ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ചെറിയ പച്ചക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് വൈകിട്ടത്തേക്ക് പുഴുക്കുണ്ടാക്കാമെന്ന്. ചെറുപയർ ഞാൻ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചക്കായ അരിഞ്ഞെടുത്തിട്ട് അത് കുക്കറിലോട്ടിട്ടു. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം. പിന്നെ അടുപ്പത്തിട്ട് വേവിക്കാനൊക്കെ എന്നാൽ പച്ചക്കായയും ചെറുപയറും ഒക്കെ വേവാനായിട്ട് കുറേ സമയം എടുക്കില്ല. ഇപ്പോഴാണെങ്കിൽ ഗ്യാസിന് നല്ല ക്ഷാമമുള്ള സമയമാണ്. അതുകൊണ്ട് മിക്കവാറും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന കുക്കറിൽ തന്നെയാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പച്ചക്കായും ചെറുപയർ, കുതിർത്തി വെച്ച ചെറുപയർ, ഞാൻ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ചെറുപയർ കുതിർത്തിയിട്ടുള്ളൂ, മറന്നുപോയായിരുന്നു കുതിർത്താനായിട്ട്. അപ്പോൾ അതും കൂടി ഇട്ടു. പിന്നെ 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല. അത്രയും സാധനങ്ങളിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ പുഴുക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ പിന്നെ രാത്രി വേറെ ഒന്നും വേണമെന്നില്ല. അങ്ങനെ ഇപ്പം എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്. അച്ഛനായാലും വൈകിട്ട് ഇങ്ങനത്തെ പുഴുക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കുക്കറിലിട്ട് കുക്കറൊന്നും മൂടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയ സമയത്താണ് ഫ്രിഡ്ജിലൊരു വത്തക്ക ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നൊരു വത്തക്ക സാഗോ ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ വത്തക്ക കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് വത്തക്ക ഞാൻ കുറച്ച് പാലും ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സാബുനരി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാബുനരി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചവ്വരി എന്ന് പറയില്ലേ, അതാണ് സാധനം. നമ്മളിവിടെയൊക്കെ സാബുനരി എന്നാണ് പറയുന്നത്. അത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ആ സാധനം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ട് വേവിച്ചാണ്. കുറേ ടൈം എടുത്ത് വേവിക്കാനായിട്ട്. പിന്നെ തോന്നി അതും കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അതും കൂടി അതിലോട്ടിട്ടു. ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നും പറഞ്ഞ് ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ടാക്കി ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത ശേഷം മോക്കും കൂടി കൊടുത്തു. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.